ശ്രീ ഗുരുഭ്യോ നമഃ. ഈ ലോകത്തിന് മുഴുവനും ഗുരുനാഥനായിരിക്കുന്ന ശ്രീ ശങ്കരാചാര്യർ, അദ്ദേഹത്തിനാൽ രചിക്കപ്പെട്ട സൗന്ദര്യ ലഹരി, ദേവിയുടെ സൗന്ദര്യത്തെ അതിമനോഹരമായി വർണ്ണിക്കുകയാണ് ആചാര്യർ 42ാമത്തെ ശ്ലോകം തുടങ്ങി. നാം ഇതുവരെ 42ാമത്തെ ശ്ലോകം വരെ പഠിച്ചു. ഇന്ന് 43, 44 ശ്ലോകങ്ങളാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഈ 2 ശ്ലോകങ്ങളിലും ആചാര്യർ ദേവിയുടെ അതിമനോഹരമായിട്ടുള്ള സുഗന്ധം വമിക്കുന്ന തലമുടിയെ കുറിച്ചിട്ടാണ് വർണ്ണിക്കുന്നത്. 43ാമത്തെ ശ്ലോകത്തിൽ ജ്ഞാനാന്ധകാരം അകറ്റുന്ന ഇടതൂർന്ന ആ മുടിയിഴകളെ കുറിച്ചും, 44ാമത്തെ ശ്ലോകത്തിലാണ് ദേവിയുടെ മുഴുവനും സൗന്ദര്യവും ആവാഹിച്ചിരിക്കുന്ന ശ്ലോകമാണ് 44ാമത്തെ ശ്ലോകം. ഇതിൽ ആ തലമുടി മുഖത്തിന് എത്രമാത്രമാണ് ദേവിക്ക് ശ്രീത്വം നൽകുന്നത്, ദേവിയുടെ സീമന്ത രേഖയുടെ ആ ഭംഗി, ഇതൊക്കെയാണ് 44ാമത്തെ ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് 43ാമത്തെ ശ്ലോകവും അതിന്റെ പരിഭാഷയും കേൾക്കാം. ധുനോദ് ധ്വാന്തം നസ്തുലിതദളിതേന്ദീവരവനം ഘനസ്നിഗ്ധശ്ലക്ഷ്ണം ചികുരനികുരംബം തവ ശിവേ യദീയം സൗരഭ്യം സഹജമുപലബ്ധും സുമനസോ വസന്ത്യസ്മിൻ മന്യേ വലമദനവാടി വിടപിനാ. ഇത് അമ്മയുടെ കുന്തള വർണ്ണനയാണ്. ആ തലമുടി സഹജമായി തന്നെ സുഗന്ധമുള്ളതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. സഹജമായി തന്നെ നല്ല സുഗന്ധമുണ്ട് ദേവിയുടെ തലമുടിക്ക്. കൽപ്പവൃക്ഷത്തിന്റെ പുഷ്പങ്ങൾക്ക് ആ സുഗന്ധം നേടിയെടുക്കാൻ മോഹം തോന്നി. അവ ദേവിയുടെ കേശഭാരത്തിൽ സ്വമേധയാ വന്നിരിക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്നു. അല്ലയോ പരമശിവ പത്നി, വികസുത്തുക്കളായ കരിങ്കൂവള കൂട്ടത്തോട് തുല്യമായി തിളങ്ങുന്നതും മിനുമിനുപ്പുമുള്ളതും മൃദുലമായിരിക്കുന്നതുമായ അങ്ങയുടെ തലമുടിക്കൂട്ടം ഞങ്ങളുടെ അജ്ഞാന അന്ധകാരത്തെ നശിപ്പിക്കട്ടെ. ആ തലമുടിക്കൂട്ടത്തിന്റെ സ്വഭാവ സിദ്ധമായ പരിമളത്തെ പ്രാപിക്കുന്നതിനായി ദേവന്മാരുടെ ഉദ്യാനത്തിലുള്ള കൽപ്പക വൃക്ഷങ്ങളുടെ പുഷ്പങ്ങൾ ഈ തലമുടിക്കൂട്ടത്തിൽ വസിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ലോകോത്തര സൗരഭ്യത്തോടു കൂടിയ നന്ദന ഉദ്യാനത്തിലുള്ള പാരിജാതാദി പുഷ്പങ്ങൾക്കും ശ്രീദേവിയുടെ തലമുടിയുടെ സ്വഭാവസിദ്ധമായ സൗരഭ്യമില്ലെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ദേവി ശിരസിലുള്ള പുഷ്പങ്ങളെ കവി അന്യഥ ഉൽപ്രേഷിച്ചിരിക്കുന്നതിനാൽ ഇവിടെ ഉൽപ്രേഷ അലങ്കാരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ശ്ലോകം സകല വശ്യമായിട്ടുള്ള ശ്ലോകമാണ്. അടുത്തതായിട്ട് സൗന്ദര്യ ലഹരി ശ്ലോകം 44. തനോതു ക്ഷേമം നസ്തവ വദന സൗന്ദര്യ ലഹരി പരിവാഹ സ്രോത സരണിരിവ സീമന്ത സരണി വഹന്തി സിന്ദൂരം പ്രബല കബരി ഭാരതി നിരാ ദ്വിഷാമൃന്ദൈർ ബന്ദി കൃതമിവ നവീനാർക കിരണം. മംഗലി സ്ത്രീകൾ തലമുടിയുടെ വകച്ചിലിൽ കുങ്കുമം അണിയുന്നത് വളരെ വിശേഷമാണ്. ഇതാണ് സീമന്തം. മഹാലക്ഷ്മി 5 ഇടങ്ങളിൽ സ്ഥിരവാസം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. താമരപ്പൂവ്, ബില്ലുപത്രത്തിന്റെ പിൻവശം, ആനയുടെ മസ്തകം, പശുവിന്റെ പൃഷ്ഠഭാഗം, സുമംഗലികളുടെ സീമന്തം എന്നിവയാണ് ആ 5 ഇടങ്ങൾ. ലക്ഷ്മി ദേവിയുടെ നിത്യവാസസ്ഥാനമായ സീമന്തരേഖയിൽ എന്നും കുങ്കുമം അണിയണം. സൗഭാഗ്യത്തിന് സ്ത്രീകൾ സീമന്തരേഖയിൽ കുങ്കുമം ധരിക്കേണ്ടതാണ്. നെറ്റിയിൽ കുങ്കുമപ്പൊട്ട് തൊടുന്നത് അലങ്കാരത്തിനാണ്. മനസ്സിനെ ഏകാഗ്രമാക്കുന്ന ഭ്രൂമധ്യത്തിൽ പരമാത്മാവിനെ ധ്യാനിക്കുന്നത് കൊണ്ടാണ് അവിടെ ചന്ദനം, ഭസ്മം എന്നിവ ധരിക്കുന്നത്.
കുങ്കുമവും തൊടാറുണ്ട്. എന്നാൽ പണ്ട് മുതൽക്കേ സുമംഗലികൾ സീമന്തരേഖയിലാണ് കുങ്കുമം അണിഞ്ഞിരിക്കുന്നത്. ഭർത്താക്കന്മാർക്ക് ആയുസ്സും നന്മയും അരുളാൻ ഈ കുങ്കുമലേപനത്തിന് ശക്തിയുണ്ട്. ഇത് ദേവി തന്റെ തലമുടിയുടെ വകിടിൽ കുങ്കുമം അണിയിച്ച് നമുക്ക് ആചരിച്ച് കാണിച്ചു തരികയാണ്. ദേവിയുടെ ഈ വകിട് കണ്ടാൽ മുഖത്തെ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ചാലാണോ എന്ന് ഇത് തോന്നിപ്പോകുന്നു. വകിടിന്റെ ഇരുവശത്തും ചുരുണ്ടിരുണ്ട കാർകൂന്തലാണല്ലോ. നടുവിൽ ഈ വകിടിലാകട്ടെ ചുവന്ന സിന്ദൂരം പ്രകാശിക്കുന്നു. ഇത് കണ്ടാൽ കേശഭാരം എന്ന ഇരുട്ട് ബാലസൂര്യനെ തടവിലാക്കിയതാണോ എന്ന് തോന്നിപ്പോകുന്നു. തമസ് എന്ന ഇരുട്ടിനെ കൊണ്ട് തന്നെ ദേവി അജ്ഞാന അന്ധകാരത്തെ അകറ്റുന്നു എന്ന് കഴിഞ്ഞ ശ്ലോകത്തില്, അതായത് 43-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. ഇവിടെ 44-ാമത്തെ ശ്ലോകത്തില് ഇരുട്ടിനോട് തോറ്റ സീമന്തത്തിന് മറ്റൊരു പ്രകാരത്തിൽ ഉയർച്ച നൽകി ദേവി അനുഗ്രഹിക്കുന്നു. ലക്ഷ്മി ദേവിയുടെ നിത്യവാസമായ വകിട് വാസ്തവത്തിൽ ക്ഷേമങ്ങൾക്ക് ആശ്രയമാണ്. ശ്രീകൃഷ്ണന് പോകാൻ യമുനാ നദി ജലപ്രവാഹം തടഞ്ഞൊരു നേർവഴി ഉണ്ടാക്കി. അതുപോലെ ദേവിയുടെ മുഖലാവണ്യ ജലം തന്നെ യമുന പോലെ കറുത്ത ദേവിയുടെ കേശഭാരത്തിൽ ഒരു വഴി വെട്ടി തുറന്നിരിക്കുന്നു. ദേവിയുടെ സൗന്ദര്യത്തിൽ നിന്ന് എല്ലാവർക്കും ക്ഷേമമുണ്ടാവാൻ പ്രാർത്ഥിക്കുമ്പോൾ അതിനെ വദന സൗന്ദര്യ ലഹരി എന്ന് പറയുന്നു. അവിടെ നിന്ന് കുത്തൊഴുകിയത് ചാലായി ഈ സീമന്തത്തിന് പ്രാധാന്യം നൽകിയിരിക്കുന്നു. തനോതു ക്ഷേമം ന എന്ന് മനസ്സുരുക്കി ഈ ശ്ലോകം ജപിച്ചാൽ, പാരായണം ചെയ്താൽ ദേവീ സൗന്ദര്യം കാമാദികളായ 6 ശത്രുക്കളെയും ബന്ധിച്ച് ആത്മക്ഷേമമരുളി അനുഗ്രഹിക്കും. ലോകക്ഷേമം അരുളണേ എന്ന് നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു.